Hi everyone, this is an online lecture series from SNIT. We are going to study the subject Programming in C. My name is Swati Sugadan. I am working as an assistant professor in PPA department of SNIT RD. Okay, so നമ്മൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് മൊഡ്യൂൾ 2ൻ്റെ റിവിഷൻ ആയിരുന്നു. ഓക്കെ, സോ മൊഡ്യൂൾ 2 ഇറ്റ്സ് എ ലോങ് മൊഡ്യൂൾ. ഓക്കെ, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ ഒരു സി പ്രോഗ്രാമിൻ്റെ ബേസിക് സ്ട്രക്ചർ എങ്ങനെ വരും എന്ന് പറഞ്ഞു. അതിൻ്റെ ക്യാരക്ടർ സെറ്റ്സ് എന്തൊക്കെ ക്യാരക്ടേഴ്സ് വെച്ചിട്ടാണ് ഒരു സി പ്രോഗ്രാം എഴുതുന്നത് എന്നൊക്കെ കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഓക്കെ, സോ ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇറ്റ് ഇസ് സി ടോക്കൺസ്. ഓക്കെ, സോ സി ടോക്കൺസിനെ പറ്റിയാണ് നമ്മൾ ഇന്ന് പറയുന്നത്. So for this you can refer this textbook Programming in C by E. Balakrishnan. Okay, so as I already told you that we are going to study about C tokens. Okay, so ഇപ്പോൾ ആദ്യം നമ്മൾ സി ടോക്കൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? സോ വാട്ട് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് സി ടോക്കൺസ്? ഓക്കെ, സോ വി ക്യാൻ സേ ദാറ്റ് ദ സ്മോളസ്റ്റ് ഇൻഡിവിജ്വൽ യൂണിറ്റ് ഇൻ എ സി പ്രോഗ്രാം. ഓക്കെ, എന്താണ് ഒരു സി പ്രോഗ്രാമിങ്ങിൽ ഏറ്റവും ചെറിയ ഇൻഡിവിജ്വൽ യൂണിറ്റ്സ് അല്ലെങ്കിൽ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് വേണമെങ്കിൽ പറയാം. ഇൻഡിവിജ്വൽ ബിൽഡിംഗ് ബ്ലോക്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സി ടോക്കൺസ് എന്ന് പറയുന്നുണ്ട്. ഓക്കെ, അതുപോലെ സി ടോക്കൺസിന് തന്നെ നമ്മൾ 6 ടൈപ്സ് ഉണ്ട്. ഓക്കെ, സോ അതെന്തൊക്കെയാണെന്ന് നോക്കാം. കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, കോൺസ്റ്റൻസ്, സ്ട്രിങ്സ്, സ്പെഷ്യൽ സിമ്പിൾസ് ആൻഡ് ഓപ്പറേറ്റേഴ്സ്. സോ സിമിലർ ഒരു എക്സാമ്പിൾ പറയാനാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഇംഗ്ലീഷിൽ ഒരു പാരഗ്രാഫ് എഴുതണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെ പറയാൻ പറ്റും? നമുക്കതിനകത്ത് ആൽഫബെറ്റ്സ്, അതിന് ചില കൺസോണൻസ്, അങ്ങനെയുള്ള കുറേ സിമ്പിൾസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ വരത്തില്ലേ? സോ അതിനെയെല്ലാം നമ്മൾ എന്താ പറയുന്നത്? ഇറ്റ് ഇസ് നോൺ ആസ് ടോക്കൺസ്. ഓക്കെ, സോ അപ്പോൾ നമ്മളൊരു സി പ്രോഗ്രാം എഴുതുമ്പോൾ നമുക്ക് ഓൾറെഡി അവൈലബിൾ ആയിട്ടുള്ള ക്യാരക്ടർ സെറ്റിനെ തന്നെയാണ് നമ്മൾ പല ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡിങ് ക്യാരക്ടർ സെറ്റ് നമ്മളതിനെ ചില ടോക്കൺസ് ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. ടൈപ്സ് ആ ടോക്കൺസ് ഉണ്ട്, അതിൽ തന്നെ ടൈപ്സ് ഉണ്ട്. സോ അതാണ് ബേസിക്കലി നമ്മൾ ഈ പറഞ്ഞ 6 സി ടോക്കൺസിൻ്റെ ടൈപ്സ്. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്ന് എന്താണ് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം. ഓക്കെ, സോ ഇതാണ് സി ടോക്കൺസ്. അപ്പോൾ അതിൻ്റെ എക്സാമ്പിൾസ് 2-3 എക്സാമ്പിൾസ് വെച്ച് ഞാൻ പറയാം. സോ ഫസ്റ്റ് സി ടോക്കൺ ഈസ് കീവേഡ്സ്. ഓക്കെ, സോ നമ്മൾ അത്യാവശ്യം സിയുടെ ഫുൾ മൊഡ്യൂളിലൂടെ പോയി. ദിസ് ഇസ് എ റിവിഷൻ സെഷൻ. അപ്പോൾ കീവേഡ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണെന്ന് ഇത് കാണുമ്പോഴേ അറിയാം. നമ്മളൊരു സി പ്രോഗ്രാം നമ്മൾ എഴുതുമ്പോൾ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഓൾറെഡി ഇൻബിൽട്ട് ആയിട്ടുള്ള ചില ഫങ്ഷൻ നെയിംസ് ഉണ്ട് അല്ലേ? സോ ഇൻറ്റ് നമ്മളായിട്ട് ഇട്ട് കൊടുത്തതല്ല, ഇറ്റ്സ് ഓൾറെഡി ദർ. ക്യാർ, വൈൽ, ഫോർ, പ്രിന്റ് എഫ്. സോ അതെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഫങ്ഷൻ ഡിഫൈൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിനൊന്നും ആ പേര് കൊടുക്കാൻ പറ്റില്ല. അതിനൊരു യുണീക്ക് ഐഡൻറ്റിറ്റി ഉണ്ട് അല്ലേ? സോ അത് സി തന്നെ അതിൽ ഡിഫൈൻ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് വേർഡ്സ് ആണ്. സോ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? കീവേഡ്സ് എന്ന്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് ഐഡൻറ്റിഫയേഴ്സ്. സോ ഐഡൻറ്റിഫയേഴ്സിന് ഇവിടെ ഞാൻ കൊടുത്തിരിക്കുന്ന എക്സാമ്പിൾ മാർക്സ്, എമൗണ്ട് എന്നാണ്. സോ ഇതെന്താണ് മീൻ ചെയ്യുന്നത്? ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്രോഗ്രാമിങ്ങിൽ നമ്മൾ ഡിഫൈൻ ചെയ്യുന്ന കുറച്ച് വേരിയബിൾ നെയിംസ് ഉണ്ട്. സോ ഇൻറ്റ് എ ഈക്വൽ ടു 10 എന്ന് നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇൻറ്റ് എന്ന് പറയുന്ന ഒരു കീവേഡാണ്. ബട്ട് എ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു വേരിയബിൾ 10 എന്ന് പറയുന്നത് നമ്പർ സ്റ്റോർ ചെയ്യാൻ വേണ്ടി നമ്മൾ എടുത്തൊരു വേരിയബിൾ നെയിമാണ്. ഓക്കെ, സോ അതെന്ന് പറയുന്നത് എന്താണ്? ഒരു ഐഡൻറ്റിഫയേഴ്സ്. സോ നമ്മൾക്ക് കൺവീനിയൻ്റ് ആയിട്ട് നമ്മൾ അതിനകത്തായിട്ട് ഡിഫൈൻ ചെയ്യുന്ന നെയിംസും കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് കോൺസ്റ്റൻസ്. സോ ആസ് ദ നെയിം സജസ്റ്റ് ഇറ്റ്സ് കോൺസ്റ്റൻസ്. സോ നമ്മുടെ പ്രോഗ്രാമിങ്ങിനകത്ത് യൂസ് ചെയ്യുന്ന ചില പർട്ടിക്കുലർ കോൺസ്റ്റൻസ്. ഓക്കെ, സേ ഫോർ എക്സാമ്പിൾ പൈ ഈസ് ഈക്വൽ ടു 3.14. സോ അതൊരു കോൺസ്റ്റൻ്റ് ആണ്. ഓക്കെ, സോ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് കോൺസ്റ്റൻറ്റ് ഡിഫൈൻ ചെയ്യാം. ഓക്കെ, സോ അതിനെയാണ് നമ്മൾ കോൺസ്റ്റൻസ് എന്ന് പറയുന്നത്. ഇനി സ്ട്രിങ്സ് നമുക്കറിയാം എന്താണെന്ന്. ഡബിൾ കോഡ്സിനകത്ത് നമ്മൾ ആൽഫബറ്റ്സിന് വേണ്ടി, അതായത് ഒരു വേർഡ്, അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? സ്ട്രിങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ഈസ് നമ്മുടെ ക്യാരക്ടർ സെറ്റിനകത്ത് നമ്മൾ സിമ്പിൾസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഉണ്ടായിരുന്നു അല്ലേ? സോ ആ സിമ്പിൾസിനെ നമ്മൾ ഇവിടെ രണ്ടായിട്ട് സി ടോക്കൺ കൺസിഡർ ചെയ്യുമ്പോൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നു. സ്പെഷ്യൽ സിമ്പിൾസ് എന്നും ഓപ്പറേറ്റേഴ്സ് എന്നും. സോ നമ്മുടെ സിയിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് എന്തൊക്കെയാണ്? അഡീഷൻ ഓപ്പറേറ്റർ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, പോസ്റ്റ് ഇൻക്രിമെൻറ്റ്, പ്രീ ഇൻക്രിമെൻറ്റ്, പോസ്റ്റ് ഡിക്രിമെൻറ്റ്, പ്രീ ഡിക്രിമെൻറ്റ്, പ്ലസ് മൈനസ് ഓപ്പറേറ്റേഴ്സ്, ദെൻ മോഡുലോ ഓപ്പറേറ്റർ അല്ലേ? സോ ഇതെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നത് എന്താണ്? ഓപ്പറേറ്റേഴ്സ് ആണ്. ഓക്കെ, സോ ഇത് ഓപ്പറേറ്റേഴ്സ്. ഇനി സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ യൂസ് ചെയ്യുന്നത് സെമി കോളൻ, ഹാഷ് സിമ്പിൾ,
ബ്രാക്കറ്റുകൾ. ഓക്കെ, സോ അതിനെയൊക്കെയാണ് നമ്മൾ സ്പെഷ്യൽ സിമ്പിൾസ് എന്ന് പറയുന്നത്. സോ we can say that basically C tokens is divided into 6 types. First one is the keywords, in which we are using the keywords which are inbuilt to that C functions, and the second category is the identifiers. These are the names given by the user while writing a program, and the constant values we are using in our program is known as constants, and if we are using string functions, it is double quoted characters, or it is similar to words in English. Then the symbols in our keyboard or in our C program is basically categorized into two: special symbols and operators. In operators we can say, for example, addition, subtraction. So അങ്ങനെ എന്ത് വേണേലും operators പറയാം. Whereas in special symbols it includes commas, semicolon and brackets we are using in our C program. So ഇതെല്ലാം കൂടി ചേരുന്നതാണ് നമ്മളുടെ C token എന്ന് പറയുന്നത്. So thank you.